ക്രിസ്മസിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം ഏവർക്കും നേരുന്നു. ക്രിസ്മസ് എന്ന സമസ്ത പദത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നാം എത്തുന്നത് ഗ്രീക്ക് ലത്തീൻ ഭാഷകളിലാണ്. ക്രിസ്തൂസ് എന്ന ഗ്രീക്ക് പദത്തിൻ്റെയും മീസ എന്ന ലത്തീൻ പദത്തിൻ്റെയും സംയോഗത്തിൽ നിന്നാണ് ക്രിസ്തുമസ് എന്ന പദം രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം മിശിഹായുടെ, ഈശോയുടെ, ക്രിസ്തുവിൻ്റെ ജനനത്തിരുനാളിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന എന്നാണ്. മറ്റു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ബലിയർപ്പണം എന്നു തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ക്രിസ്തുമസ് ക്രിസ്തുവിൻ്റെ ബലിയാണ്. ഒരുപക്ഷെ ഇത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. ഈശോയുടെ പിറവിത്തിരുന്നാൾ എങ്ങനെയാണ് ഈശോയുടെ ബലിയർപ്പണമായി മാറുന്നത്? ദൈവത്തിൻ്റെ അപരിമേയത്വത്തെയും അവിടുത്തെ മഹത്വത്തിൻ്റെ ഔന്നത്യത്തെയും മനസ്സിലാക്കുമ്പോഴാണ് ദൈവം മനുഷ്യനായി അവതരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ത്യാഗം, ബലി ഇത് മനസ്സിലാക്കാൻ കഴിയുക. ക്രിസ്മസ് യഥാർത്ഥത്തിൽ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രനെ തന്നെ ബലിയർപ്പിക്കുകയാണ്. ഇതേക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യയിലെ സഭയെ അനുസ്മരിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നു, പിതാവിനോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ യേശു തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു. സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ ഈ ക്രിസ്മസിൽ ദൈവം പൂർത്തീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രിസ്മസിനെക്കുറിച്ച് അഥവാ ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയുന്നു, തൻ്റെ ഏകജാതന് നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. സ്വയം ഇല്ലാതായിത്തീരാനുള്ള ദൈവത്തിൻ്റെ ആ ബലിയർപ്പണമാണ് ഇവിടെ ക്രിസ്മസിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബലിയർപ്പണമാണ്, സ്വയം ത്യാഗമാണ്. ക്രിസ്മസ് പ്രഥമമായി നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെ. ദൈവത്തിൻ്റെ ത്യാഗപൂർവമായ സ്വയം ദാനമാണ് ക്രിസ്മസിൽ നാം കാണുക. എന്തിനാണ് ഇത്ര വലിയ ഒരു ത്യാഗം, ഈ ശൂന്യവൽക്കരണം, ഈ മനുഷ്യാവതാരം, ഒരു പുൽക്കൂട്ടിലെ ശൂന്യതയിലേക്ക്, നിസ്സാരതയിലേക്ക് ദൈവം നടത്തിയത്? അത് മറ്റൊന്നുമല്ല, ക്രിസ്മസ് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം അത് നമ്മുടെ മഹത്വത്തെക്കുറിച്ചാണ്. ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവമാക്കാൻ വേണ്ടിയാണ്. അതായത് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മഹോന്നതരാണ്. ആ മഹത്വം നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ പാപം മൂലം തിന്മയ്ക്കടിമയായി തൻ്റെ മഹത്വത്തെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യന് അത് വീണ്ടെടുത്തു കൊടുക്കുവാൻ വേണ്ടിയാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യാവതാര തിരുനാൾ നമ്മോട് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മഹത്വത്തെക്കുറിച്ചാണ്. ക്രിസ്മസ് നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം പ്രകാശത്തെക്കുറിച്ചാണ്. പ്രകാശം അത് അന്ധകാരത്തെ നീക്കുന്നു. ഡിസംബർ 25 ഗ്രീക്ക് സൂര്യദേവൻ്റെ തിരുനാൾ കൂടിയാണ്. ക്രിസ്മസ് നാം ആചരിക്കുന്നത് പാതിരാവിലാണ്. അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന ആ ദിവ്യ തേജസ്സാണ് ഈശോ എന്ന വലിയ സത്യം നമ്മളോട് പ്രഘോഷിക്കുകയാണ് ഇത്. പലതരത്തിലുള്ള അന്ധകാരത്തിൽ ആണ് ഇന്ന് ലോകം എന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള അന്ധകാരാവൃതമായ ലോകത്തിന് പ്രകാശം പരത്തുന്ന സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. 700 വർഷങ്ങൾക്കപ്പുറത്ത് ഈശോയുടെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ച ഏശയ്യ ഇപ്രകാരം പറയുന്നു, കൂരിരുളിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. അന്ധകാരത്തിൻ്റെ ദേശത്ത്
വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശമുദിച്ചു. ഈശോയുടെ ജനനത്തിൻ്റെ വാർത്തയുമായി മാലാഖമാർ ആട്ടിടയന്മാരെ സന്ദർശിച്ചപ്പോൾ അവിടെ പറഞ്ഞു വയ്ക്കുന്നു, വലിയൊരു പ്രകാശം, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രകാശം അവരുടെ മേൽ പതിച്ചു. അതേ, ക്രിസ്മസ് അന്ധകാരം നിറയുന്നിടത്ത് പ്രകാശം തരുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ഓർമ്മയാണ് നമുക്ക് നൽകുന്നത്. ഇന്ന് ലോകത്തിൽ വിവിധ തരങ്ങളിലുള്ള അന്ധകാരം നമുക്കുണ്ട് എന്നറിയാം. നന്മയുടെ പ്രകാശം അകന്നു പോകുന്നു. വിഭാഗീയതയുടെ, വിദ്വേഷത്തിൻ്റെ ഒക്കെയും അന്ധകാരം ഇന്ന് ലോകത്ത് നിറയുമ്പോൾ ക്രിസ്മസ് നമുക്ക് സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ഐക്യത്തിൻ്റെ വലിയ സന്ദേശം നൽകുകയാണ്. ക്രിസ്മസ് അത് പ്രകാശത്തിൻ്റെ, പ്രത്യാശയുടെ, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നതിൻ്റെ പ്രതീകമാണ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഓടിയെത്തുന്ന ഒരു പ്രതീകമാണ് നക്ഷത്രം. നക്ഷത്രം അന്ന് ഈശോ ജനിച്ച പുൽക്കൂട്ടിലേക്ക് വഴികാട്ടി വിദൂര നാട്ടിൽ നിന്നും വന്ന വിജ്ഞാനികളെയും ആട്ടിടയരെയും ഒക്കെ ഈശോയുടെ ജനനത്തിൻ്റെ പുൽക്കൂട്ടിലേക്ക് വഴി നടത്തിയത് ആ നക്ഷത്രമാണ്. അത് പുൽക്കൂടിന് മുകളിൽ പോയി നിന്നു എന്നാണ് സുവിശേഷകൻ പറയുക. അതിനർത്ഥം ഈശോയുടെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചോതുന്നതാണ് നക്ഷത്രം. ഇത് നമ്മോടും പറയുന്നത്, ക്രിസ്മസിനോടനുബന്ധിച്ച് നാം നക്ഷത്രം നമ്മുടെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെ ഉയർത്തുമ്പോൾ അവിടെ മിശിഹായുണ്ട്, ദൈവമുണ്ട്, ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. നാം ഈശോയുടെ സാന്നിധ്യമായി ഈ ലോകത്ത് തീരണം എന്നുകൂടി ഇത് പറഞ്ഞു വയ്ക്കുന്നു. കൂടാതെ ഒരു നക്ഷത്രം പ്രകാശം ചൊരിയുന്നത് ഉള്ളിൽ എരിഞ്ഞുകൊണ്ടാണ്, അതില്ലാതായിക്കൊണ്ടാണ് പ്രകാശം പരത്തുന്നത്. ഇതുപോലെ ദൈവവും സ്വയം ശൂന്യവൽക്കരിച്ച് ലോകത്തിന് പ്രകാശം ചൊരിഞ്ഞു. നാമും ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മോട് ദൈവം പറയുന്നതും ഈ ക്രിസ്മസ് പറയുന്നതും ഇതുതന്നെയാണ്. ഒരല്പമൊന്ന് ഇല്ലാതായിക്കൊണ്ട് അവരന് സന്തോഷം പകരുന്ന ദൈവസാന്നിധ്യമായി നമുക്ക് തീരുക സാധിക്കുമോ ഈ ക്രിസ്മസിൽ? അത് അവസാനമായി ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം മാലാഖമാർ ആട്ടിടയർക്ക് കൊടുത്ത സന്ദേശം തന്നെയാണ്. അതെന്താണ്? ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കർത്താവായ മിശിഹ രക്ഷകൻ ഇന്ന് പിറന്നിരിക്കുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ഈശോ ജനിച്ചത് യഹൂദ വംശത്തിലാണെങ്കിലും അന്നവിടെ ഭരണം നടത്തിയിരുന്ന റോമാക്കാർക്കും ഇങ്ങകലെ ഇവിടെയായിരിക്കുന്ന നമുക്കും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എല്ലാവർക്കും ക്രിസ്മസ് നൽകുന്നത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. വിദൂര നാട്ടിൽ നിന്ന്, വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വന്ന വിജ്ഞാനികളും ആട്ടിടയരും മാലാഖമാരുടെ ആ സാന്നിധ്യവുമെല്ലാം നാം പുൽക്കൂട്ടിൽ കാണുമ്പോൾ ഇതുതന്നെയാണ് നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. എല്ലാ ജനത്തിനും വേണ്ടിയുള്ള വർഗ, വർണ്ണ, ജാതി വ്യത്യാസമന്യേ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസമന്യേ എല്ലാവർക്കുമുള്ള സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, കൂട്ടായ്മയുടെ, സമാധാനത്തിൻ്റെ സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. ഇതുപോലെ നമുക്കും ഈ ക്രിസ്മസ് ആചരിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു സമാധാനത്തിൻ്റെ സന്ദേശം കൊടുക്കാൻ, ഒരു പുഞ്ചിരിയുടെ സമ്മാനം കൊടുക്കുവാൻ, ഒരു സാന്നിധ്യത്തിലൂടെ അവനൊരാശ്വാസം കൊടുക്കുവാൻ കഴിഞ്ഞാൽ ഇതിന് അർത്ഥമുണ്ട്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ കുട്ടികളുടെയൊക്കെ ഇടയിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് സാന്താക്ലോസ് അഥവാ ക്രിസ്മസ് പാപ്പ. ക്രിസ്മസ് പാപ്പ എന്ന ആ ആശയം, ആ ഒരു ചിത്രം വരുന്നത് വിശുദ്ധ നിക്കളാവോസിൻ്റെ ജീവിത ചരിത്രത്തിൽ നിന്നുമാണ്. സമ്മാനങ്ങൾ വിതറുന്ന, പാട്ടുകൾ പാടി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന, നീണ്ട താടിയും മനോഹരമായ വസ്ത്രങ്ങളുമൊക്കെ ധരിച്ചു വരുന്ന ക്രിസ്മസ് പപ്പ ക്രിസ്മസിൻ്റെ വലിയൊരു പ്രതീകമാണ്. ഇത് നമ്മോട് പറയുന്നത് എന്താണ്?
ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ഒരു സമാധാനത്തിൻ്റെ സന്ദേശം കൊടുക്കാൻ, ഒരു പുഞ്ചിരിയുടെ സമ്മാനം കൊടുക്കാൻ, മറ്റുള്ളവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ സാധിക്കുമോ? എങ്കിൽ ഈ ക്രിസ്മസിന് അർത്ഥമുണ്ട്. അങ്ങനെ നമ്മുടെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ ശൂന്യവൽക്കരണത്തെ തിരിച്ചറിഞ്ഞ്, മറ്റുള്ളവർക്ക് സാന്നിധ്യമായി വ്യത്യസ്തതകളില്ലാതെ എല്ലാ മനുഷ്യർക്കും സമാധാനത്തിൻ്റെ സന്ദേശവാഹകരായി തീരുവാൻ ഈ ക്രിസ്മസ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് 2025 വർഷങ്ങൾ തികയുന്ന ക്രിസ്മസിലൂടെ, ഈ വർഷത്തെ ക്രിസ്മസിലൂടെ കർത്താവിൻ്റെ ജനനത്തിൻ്റെ മഹാജൂബിലി നമ്മൾ ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ എല്ലാ മംഗളങ്ങളും ഏവർക്കും നേർന്നുകൊണ്ട് ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ